ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ച ജയിലിൽ പ്രവേശിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ലക്ഷ്മി, അതേപോലെ തന്നെ അനീഷിന്റെ മൂന്നാമത്തെ ആഴ്ചയാണ് ജയിലിൽ. അനീഷ് ഇപ്പൊ അടുപ്പിച്ച് മൂന്നാമത്തെ ആഴ്ച, കോൺസിക്യൂട്ടീവ് 3 വീക്സ് ആണ് അനീഷ് ഇപ്പൊ ജയിലിൽ പ്രവേശിച്ചിരിക്കുന്നത്. ആദ്യത്തെ ആഴ്ച, അതായത് പ്രവേശിച്ച ആദ്യത്തെ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയുടെ കൂടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസ്, ഇപ്പതേ ലക്ഷ്മി, ഇവര് 3 പേരുടെയും കൂടെ അനീഷ് ജയിലിൽ പ്രവേശിച്ചിട്ടുണ്ട് ഈ സീസണിൽ. ലക്ഷ്മി ഇതിപ്പോ 2ാമത്തെ തവണയാണ് ജയിലിൽ കിടക്കുന്നത്. ആദ്യത്തെ തവണ എനിക്ക് തോന്നുന്നു റെനയുടെ കൂടെ ആയിരുന്നു തോന്നുന്നു. അപ്പൊ ഇതാണ് ജയിൽ നോമിനേഷൻ. 2-3 മണിക്കൂറൊക്കെ നീണ്ടു നിന്ന കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ വമ്പൻ ജയിൽ നോമിനേഷൻ ആയിരുന്നു. വഴക്കും അതേപോലെ തന്നെ വാക്തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നു. അതിനൊടുവിലാണ് അനീഷ്, ലക്ഷ്മി ഇവർ രണ്ടുപേരെയും ജയിലിലേക്ക് വിടാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ ലൈവിൽ കണ്ടത് ഫുൾ ചർച്ചകളാണ്, അനീഷ് ലക്ഷ്മി തമ്മിലുള്ള ഓരോ ചർച്ചകൾ. ലക്ഷ്മി പറയുന്നത് ഇതാണ്: അനീഷ് സ്റ്റോർ റൂമിലേക്ക് പോകുന്നു എന്നൊരു കാര്യം എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒനീലിന്റെ ക്യാപ്റ്റൻസിയുടെ ആ ഒരു സമയത്തിന് മുമ്പായിട്ടുള്ള ഒരു സമയത്താണ്. ഒനീലിനോട് ചോദിച്ചിരുന്നില്ല എന്തൊക്കെ മാറ്റങ്ങളാണ്, റിഫോംസ് ആണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ചോദിച്ചില്ല. ആ സമയത്ത് ഒനീൽ പറഞ്ഞൊരു കാര്യമാണ് ക്യാപ്റ്റൻ പോകും, അനീഷിനെ വിടില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഒനീൽ പറഞ്ഞ ആ ഒരു കാര്യമാണ് ഇതിനെല്ലാം തുടക്കമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. പിന്നെ അനീഷ് പറയുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ഫാമിലി വീക്ക് തുടങ്ങിയ പിന്നെയാണ് എല്ലാവരും ഈ സ്റ്റോർ റൂമിന്റെ കേസ് ഇത്ര ഏറ്റുപിടിക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടുമല്ല, ലാലേട്ടൻ അന്നൊരു തവണ പറഞ്ഞിരുന്നല്ലോ, അതിനുശേഷമാണ് സ്റ്റോർ റൂമിന്റെ കേസിൽ അനീഷിനെ ഇത്രയും പിടിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ അനീഷ് ഇരുന്ന് ഫുൾ സെന്റി അടിക്കുന്നുണ്ട്. ഷാനവാസിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഷാനവാസിന് ഓരോ തവണ മരുന്ന് കൊണ്ട് കൊടുക്കുമ്പോൾ അനീഷിന്റെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസ് ഇനിയും ഒരുപാട് ലൈഫിൽ നേടാനുള്ള ഒരു വ്യക്തിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഷാനവാസിന് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാനും ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസും ഇനി വരാനുണ്ട്. അപ്പോൾ ആരോഗ്യം അതിന് ആവശ്യമാണ്. ഓരോ തവണ പുള്ളിക്ക് മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോകുന്നത് ഇതൊക്കെയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഈ ഹൗസിനകത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ്. പിന്നെ ഷാനവാസിന്റെ സ്വഭാവം, ആ ഒരു ഫൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, എല്ലാവരോടും പോയി മിണ്ടി ഇന്ററാക്ട് ചെയ്ത് ഇത്തിരി ഒരു എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടല്ലോ, അത് അനീഷിന് അങ്ങനെ ആവണം എന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആവാനായിട്ട് പറ്റിയില്ല, സാഹചര്യങ്ങളുടെ ആ ഒരു ഇത് കാരണം. എല്ലാ ആഴ്ചയും ജയിലിൽ കടന്നിട്ട് അനീഷ് പറയുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച ആദിലയോട് പറഞ്ഞിരുന്നു, ഷാനവാസിനോട് അങ്ങനെ ഒന്നും പറയാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഷാനവാസിനെ പറ്റിയും. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഈ ഒരു ഒറ്റപ്പെടുത്തൽ, ഈ ഒരു സംഭവം, ഇത് ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി എന്നൊക്കെ പലരും വിചാരിക്കും, പക്ഷെ ഇത് ഒറ്റപ്പെടുത്തൽ തന്നെയാണ്. കാരണം ഈ 3 ആഴ്ചയൊക്കെ ഒരാളെ ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ജയിലിലേക്ക് വിടുക, അല്ലെങ്കിൽ അവരുടെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ, ഇതിനകത്ത് ഗെയിം എന്ന് പറഞ്ഞാൽ ജയിലിലേക്ക് വിടുന്നതല്ല, ക്യാപ്റ്റൻസി നോമിനേഷൻ ഹൗസ്മേറ്റ്സ് ഇല്ലാതാക്കുകയാണ് അനീഷിന്റെ. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 3 ആഴ്ച തുടർച്ചയായിട്ട് അനീഷിന് ക്യാപ്റ്റൻസിയിലേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് ഇതിനകത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അനീഷിന്റെ ഓരോ ക്യാപ്റ്റൻസി നോമിനേഷൻ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ചയും പറയാനൊക്കത്തില്ല, ചിലപ്പോൾ അനീഷിന്റെ തന്നെ ആയിരിക്കും വിടാനായിട്ട് പോകുന്നത്. ഇവർക്കല്ലാതെ വേറെ ഒരു പേരില്ല, മനസ്സിലായില്ലേ? വേറെ ഒരു പേരില്ല ഇവർക്ക് പറയാനായിട്ട്. ഒന്നെങ്കിൽ അനീഷ്, അല്ലെങ്കിൽ അനുമോളായിരുന്നതിന് മുമ്പ് അനീഷ്, അനുമോൾ, ഇവരെയൊക്കെ വിടാനുള്ളൂ. എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഈ ജയിലിൽ വിടുന്ന ആളുകളോട് ഓഡിയൻസിന് ഒരു സിമ്പതി വരും. അത് ഇവരുടെ ഗെയിം എന്തിനാണ് ഈ ഹൗസ്മേറ്റ്സ് കളിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2-3 പേരുടെ അവരുടെ കളിയാണ് ഈ ഹൗസ്മേറ്റ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ഓഡിയൻസ് ഗെയിം എന്ന് പറയുന്നത്. ഈ 2-3 പേര് കളി നിയന്ത്രിക്കുന്നു, ഇവരെ കൊണ്ട് കളിപ്പിക്കുന്നു. അവരുടെ കളി കളിപ്പിക്കുമ്പോഴാണ് ഈ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നത്. അപ്പോഴാണ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അനീഷിനെ ഇതിപ്പോ 3 തവണ ജയിലിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അത് അനീഷിന് ഗുണമേ ആവത്തുള്ളൂ. അല്ലാതെ ഒരു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള നെഗറ്റീവും അത് കാരണം വരാനായിട്ട് പോകുന്നില്ല. പിന്നെ ജയിലിൽ ഭയങ്കര ഹൃദയഹാരിയായ കാര്യങ്ങൾ അനീഷ് പറയുന്നുണ്ട്. ഷാനവാസിനെ പറ്റിയും ആ ഒരു സൗഹൃദത്തെ പറ്റിയും എല്ലാം അത് വളരെ ഹൃദയത്തിൽ തൊട്ട് തന്നെ അനീഷ് പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊക്കെ വെറും ഗെയിമായിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ചിലത് കേട്ടിട്ട് കണ്ണു പറഞ്ഞു പോയി. ആ ലെവൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ അടുത്തിരുന്ന്. ലക്ഷ്മി വളരെ വിവരത്തോടെ, ബോധത്തോടെ സംസാരിക്കുന്നുണ്ട് അനീഷിന്റെ അടുത്ത്. ഇത്രയും വിവരമുള്ള ഒരു ലേഡി ആയിരുന്നു എന്ന് തോന്നിപ്പോയി കേട്ടോ. ആ ലെവല് സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.